ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീത സമോസ് ഫുഡ് കോർട്ടിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് 4 മണി പലഹാരമാണ്. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് പഴംപൊരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ പഞ്ചസാര, 2 പപ്പടം കുതിർത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ അരിപ്പൊടി, വെളിച്ചെണ്ണ 1 ഗ്ലാസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് പഴംപൊരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാൻ 2 പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 സൈഡും ഇതേപോലെ മുറിച്ച് മാറ്റിയിട്ട് അരിഞ്ഞെടുക്കാം. അധികം കനം കുറക്കണ്ട, ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി. 1 പഴം 4 പീസാക്കി അരിഞ്ഞെടുക്കാം. നമുക്ക് പഴംപൊരിക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, ഇതിലോട്ട് 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ എള്ള്, 1 സ്പൂൺ പഞ്ചസാര, എടുത്തു വെച്ച പപ്പടം കുതിർത്തി വെച്ചിട്ടില്ലേ, ആ പപ്പടം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. പപ്പടം ഒരു 5 മിനിറ്റ് എങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി പോകരുത്. പപ്പടം ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ പഴം പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ പപ്പടം ഇതിലോട്ട് ചേർക്കുന്നത്. ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം കൂടി പോകരുത്. ഞാൻ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് മുക്കി ഇതേപോലെ ആക്കിയെടുക്കണം. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. പഴംപൊരി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള പഴംപൊരിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പഴം പൊരിക്കുമ്പോൾ എല്ലാവരും മൈദ മാത്രം ഇട്ടാണ് ഉണ്ടാക്കാറ്. അപ്പം നിങ്ങൾ ഇതേപോലെ മൈദയും പപ്പടവും ഒക്കെ ഇട്ടൊന്ന് കുഴച്ച് ഇതേപോലെ എള്ളൊക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയി കിട്ടും. പപ്പടമൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റായ പഴംപൊരിയാണിത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. ഈ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.